ഹായ് എല്ലാവർക്കും ബ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ CPO സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത് റിവിഷൻ പോലെ കരുതുക. അപ്പോൾ നിങ്ങൾ ചോദ്യം ഞാൻ പറയും, അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ഉത്തരം പറയുന്നതാണ്, ഇപ്പോൾ ജസ്റ്റ് കണ്ടെത്തുക. ഒരു സ്ത്രീയെ സൂര്യോദയത്തിന് മുൻപ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആരിൽ നിന്നാണ് മുൻകൂർ അനുമതി വാങ്ങേണ്ടത്? ആരിൽ നിന്നാണ്? ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൽ നിന്നാണ്. അപ്പോൾ ഒരു സ്ത്രീയെ സൂര്യോദയത്തിന് മുൻപ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആരിൽ നിന്നാണ് മുൻകൂർ അനുമതി വാങ്ങേണ്ടത്? ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൽ നിന്നാണ്. അടുത്ത ചോദ്യമാണ്, കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി കേരള പോലീസ് നിയമത്തിലെ ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് വകുപ്പാണ്? സെക്ഷൻ 64. അപ്പോൾ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി കേരള പോലീസ് നിയമത്തിലെ ഏത് വകുപ്പുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സെക്ഷൻ 64 ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി കേരള പോലീസ് നിയമത്തിലെ ഏത് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സെക്ഷൻ 64. അടുത്ത ചോദ്യം, കേരള പോലീസ് നിയമത്തിലെ 118 വകുപ്പ് പ്രകാരം ചുമത്തുന്ന പിഴ എത്ര രൂപയാണ്? 10,000 രൂപയാണ്. അപ്പോൾ കേരള പോലീസ് നിയമത്തിലെ 118 വകുപ്പ് പ്രകാരം ചുമത്തുന്ന പിഴ എത്ര രൂപയാണ്? 10,000 രൂപ വരെയാണ്. അടുത്ത ചോദ്യം, CRPC നിയമത്തിൽ ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ വിശദീകരിക്കുന്ന പട്ടിക ഏതാണത്? 1-ാം പട്ടികയാണ്. അപ്പോൾ CRPC നിയമത്തിൽ ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ വിശദീകരിക്കുന്ന പട്ടിക ഏതാണ്? 1-ാം പട്ടിക. അടുത്ത ചോദ്യം, CRPC 41B വകുപ്പ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? CRPC 41B എന്ന വകുപ്പ് എന്തിനെക്കുറിച്ച് വിശദീകരിക്കുന്നു? ഏതാണ് 41B പറയുന്നത്? CRPC അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ ചുമതലകളെ കുറിച്ചാണ്. അപ്പോൾ CRPC 41B വകുപ്പ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ ചുമതലകളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, CRPC 41B പറയുന്നത് എന്താണ്? അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ ചുമതലകൾ. അടുത്ത ചോദ്യം, കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് 8 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വകുപ്പ് 8 കേരള പോലീസ് അതിൽ സെക്ഷൻ 8 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? പോലീസ് സ്റ്റേഷനുകളിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങളെ കുറിച്ചാണ്. അപ്പോൾ കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് 8 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോലീസ് സ്റ്റേഷനുകളിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങൾ. അപ്പോൾ ഒന്നുകൂടി പറയാം, കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് 8 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോലീസ് സ്റ്റേഷനുകളിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങൾ. അടുത്ത ചോദ്യം, അറസ്റ്റ് വാറണ്ട് എവിടെയാണ് നടപ്പിലാക്കാൻ കഴിയുക എന്ന് പറയുന്ന CRPC വകുപ്പ് ഏതാണ്? സെക്ഷൻ 77. അപ്പോൾ അറസ്റ്റ് വാറണ്ട് എവിടെയാണ് നടപ്പിലാക്കാൻ കഴിയുക എന്ന് പറയുന്ന CRPC വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 77. അപ്പോൾ അറസ്റ്റ് വാറണ്ട് എവിടെയാണ് നടപ്പിലാക്കുവാൻ കഴിയുക എന്ന് പറയുന്ന CRPC വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 77. അടുത്ത ചോദ്യം, മരിച്ചതോ കാണാതായതോ ആയ വ്യക്തിയുടെ മൊഴി തെളിവായി സ്വീകരിക്കാമെന്ന് പറയുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ വകുപ്പ് ഏതാണ്? മരിച്ചതോ കാണാതായതോ ആയ വ്യക്തിയുടെ മൊഴി തെളിവായി സ്വീകരിക്കാമെന്ന് പറയുന്ന ഇന്ത്യൻ തെളിവ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? ആ വകുപ്പ് സെക്ഷൻ 32. അപ്പോൾ മരിച്ചതോ കാണാതായതോ ആയ വ്യക്തിയുടെ മൊഴി തെളിവായി സ്വീകരിക്കാമെന്ന് പറയുന്ന ഇന്ത്യൻ തെളിവ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 32. അടുത്ത ചോദ്യം, കേരള പോലീസ് നിയമത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ്? പെരുമാറ്റത്തെക്കുറിച്ച് കേരള പോലീസിൽ പറയുന്ന അധ്യായം? അധ്യായം 5. അപ്പോൾ കേരള പോലീസ് നിയമത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ്? അധ്യായം 5. അടുത്ത ചോദ്യം, പോക്സോ നിയമപ്രകാരം വ്യാജ പരാതിയോ വിവരമോ നൽകുന്നത് ഒരു കുട്ടിയാണെങ്കിൽ എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത്? പോക്സോ നിയമപ്രകാരം വ്യാജ പരാതിയോ വിവരമോ നൽകുന്ന ഒരു കുട്ടിയാണെങ്കിൽ എന്ത് ശിക്ഷയാണ്? ശിക്ഷ ഇല്ല. അപ്പോൾ എന്താണ്? ഒരു കുട്ടിയാണെങ്കിൽ എന്തില്ല? ശിക്ഷ ഇല്ല. അപ്പോൾ പോക്സോ നിയമപ്രകാരം വ്യാജ പരാതിയോ വിവരമോ നൽകുന്നത് ഒരു കുട്ടിയാണെങ്കിൽ എന്തില്ല? ശിക്ഷ ഇല്ല. അടുത്ത ചോദ്യം, IPC 314 വകുപ്പ് ഏത് തരം മരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? IPC 314 ഏത് തരം മരണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗർഭഛിദ്രത്തിനിടയിലെ മരണത്തെക്കുറിച്ചാണ്. അപ്പോൾ IPC 312 എല്ലാവർക്കും അറിയാം. അതുമായിട്ട് ബന്ധപ്പെട്ട IPC 314 വകുപ്പ് ഏത് തരം മരണവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു? ഗർഭഛിദ്രത്തിനിടയിലെ മരണം. അപ്പോൾ IPC സെക്ഷൻ 314 പറയുന്നത് എന്താണ്? ഗർഭഛിദ്രത്തിനിടയിലെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്.
അടുത്ത ചോദ്യം, പക്ഷഭേദം കൂടാതെ നിയമം നടപ്പിലാക്കുക എന്ന് പറയുന്ന കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് ഏത് വകുപ്പാണ്? പക്ഷഭേദം കൂടാതെ നിയമം നടപ്പിലാക്കുക എന്ന് പറയുന്നത് സെക്ഷൻ 4A ആണ്. അപ്പോൾ പക്ഷഭേദം കൂടാതെ നിയമം നടപ്പിലാക്കുക എന്ന് പറയുന്ന കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 4A ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ചോദ്യങ്ങൾ ഒന്നുകൂടി സ്പീഡായിട്ട് നോക്കി പോവാം. ഒരു സ്ത്രീയെ സൂര്യോദയത്തിന് മുൻപ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആരിൽ നിന്നാണ് മുൻകൂർ അനുമതി വാങ്ങേണ്ടത്? ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൽ നിന്ന്. കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി കേരള പോലീസ് നിയമത്തിലെ ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെക്ഷൻ 64 കേരള പോലീസ് നിയമത്തിലെ 112 വകുപ്പ് പ്രകാരം ചുമത്തുന്ന പിഴത്തുക എത്രയാണ്? 10,000 രൂപ വരെ. CRPC നിയമത്തിൽ ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ വിശദീകരിക്കുന്ന പട്ടിക 1-ാം പട്ടികയാണ്. CRPC 41B വകുപ്പ് എന്തിനെക്കുറിച്ച് പറയുന്നു? അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ ചുമതലകളെക്കുറിച്ച്. കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് 8 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോലീസ് സ്റ്റേഷനുകളിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങൾ. അറസ്റ്റ് വാറണ്ട് എവിടെയാണ് നടപ്പിലാക്കാൻ കഴിയുക എന്ന് പറയുന്ന CRPC വകുപ്പ് ഏതാണ്? സെക്ഷൻ 77 മരിച്ചതോ കാണാതായതോ ആയ വ്യക്തിയുടെ മൊഴി തെളിവായി സ്വീകരിക്കാമെന്ന് പറയുന്ന ഇന്ത്യൻ തെളിവ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 32 കേരള പോലീസ് നിയമത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട അധ്യായം 5 പോക്സോ നിയമപ്രകാരം വ്യാജ പരാതിയോ വിവരമോ നൽകുന്നത് ഒരു കുട്ടിയാണെങ്കിൽ ശിക്ഷ എന്താണ്? അതിന് ശിക്ഷ ഇല്ല. IPC 314 വകുപ്പ് ഏത് തരം മരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗർഭഛിദ്രത്തിനിടയിലെ മരണം. പക്ഷഭേദം കൂടാതെ നിയമം നടപ്പിലാക്കുക എന്ന് പറയുന്ന കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? വകുപ്പ് സെക്ഷൻ 4A ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്.